ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇന്റർവ്യൂകളിൽ ഞാൻ ഇന്ന് കെട്ടും, നാളെ കെട്ടും, നാളത്തേക്ക് കെട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമുക്ക് എന്താ പറയാ, നമ്മുടെ സങ്കടങ്ങളെ മറക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഒരിക്കലും പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ് അല്ല, എനിക്ക് മാത്രമല്ല. എന്തിനാണ് നിങ്ങളുടെ സങ്കടങ്ങളെ ജനങ്ങൾക്ക്, നിങ്ങളുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെയോ എന്നും കണ്ടുകൊണ്ടിരിക്കാനൊന്നും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും താല്പര്യമൊന്നുമില്ല, ആർക്കും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതമാണ് അത്. നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല, എന്നെ എപ്പോഴും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം, ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ എൻ്റെ ഒരു സംസാര വിഷയമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങൾ ഈ കോമാളിത്തരം കാണിക്കുന്നത്. നമ്മള് എപ്പോഴും നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? കാണിക്കുന്നത് കോമഡിക്കാണെന്ന് തോന്നുന്നുണ്ട്, കോമാളിത്തരമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളെ ആൾക്കാര് ചോദിക്കട്ടെ, ഞാൻ കുറച്ച് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്ന് തോന്നുന്നുണ്ട്, വരുമ്പോ നമ്മള് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നുണ്ട്. ആ കോമാളിത്തരം ഇനിയും തുടരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ എനിക്ക് ഈ കോമാളിത്തരമൊക്കെ മാറ്റി എനിക്ക് ഇച്ചിരി കൂടി സമൂഹത്തിൽ റെപ്യൂട്ടഡായിട്ട് ജീവിക്കാം, എന്നെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, മതി, എൻ്റെ ഇനിയുള്ള കോമാളിത്തരമൊക്കെ മതി, നിർത്താം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നൊരു ചിന്താഗതിയിലോട്ടാണോ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്? അതോ ഇനിയും എനിക്കിപ്പോൾ കാണിച്ച പോലെ തന്നെ മരണ വീടുന്നില്ല, കല്യാണ വീടുന്നില്ല, ഏത് വീട്ടിൽ പോയി ഡാൻസ് കളിക്കുന്നു, കോലം കെട്ടുന്നു, കൈ കൊടുക്കാൻ പോകുന്നു, കൈ തരുന്നില്ല, തട്ടി മാറ്റുന്നു, അപമാനിക്കപ്പെടുന്നു, പിന്നെയും പരിഹസിക്കപ്പെടുന്നു, കരഞ്ഞുകൊണ്ടിറങ്ങുന്നു, തല്ല് കിട്ടുന്നു, അടിമേടിക്കുന്നു, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു മനുഷ്യനാണ്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മനുഷ്യനാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. നിങ്ങൾക്കെല്ലാം നമുക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് വികാരങ്ങൾ കാണും, സങ്കടങ്ങൾ കാണും, സന്തോഷങ്ങൾ കാണും. എല്ലാവരും ആരും നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടോ, ഒരു കോമൺ ആയിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പരിഹാസങ്ങളും ഇതെല്ലാം നിർത്തി എനിക്കൊരു ഇച്ചിരി കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പുറം രാജ്യത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്തൊക്കെ ജീവിക്കണമെന്നൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ? അപമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപമാനമായിട്ട് തോന്നിയിട്ടുള്ളത്, അതായത് എല്ലാവർക്കും, നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഈ സംസാരിക്കുന്ന എനിക്കാണെങ്കിലും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ അപമാനവും പരിഹാസവും ഒക്കെ. എല്ലാവർക്കും ഉണ്ട്, പല രീതികളിലായിരിക്കും പലർക്കും. മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലും അപമാനകരമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ്? അപമാനം എന്ന് പറഞ്ഞാൽ, വിഷമം എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ഇത്രയും നാളത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഒരു പടത്തിൽ അത്യാവശ്യം ഒരു ചെറിയ കണ്ണ് നിറയുന്നുണ്ടല്ലോ. അലിൻ അങ്ങനെ കരയുന്ന ഒരാളാണോ? കരയുന്ന ആളല്ല, കാരണം ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ വിഷമം വന്നത്. പക്ഷേ ബാഡ് ബോയ്സ് എന്ന പടത്തില് ഒരു ചെറിയ ഡയലോഗ് കിട്ടി, പക്ഷെ അതിനുശേഷം അത് ഹൈപ്പും വന്നായിരുന്നു. പക്ഷേ അതിനുശേഷം വലിയ വലിയ പടങ്ങളിലേക്ക് നമ്മളെ ആഡ് ചെയ്യാത്തപ്പോൾ ഒരുപാട് ഫ്രണ്ട് സർക്കിളിലായിട്ട് നിന്നുകൊണ്ടാണെന്ന് പലരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അത് കണക്ട് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികൾ പറയുന്ന ആ പോയിന്റും കൂടി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കും. കരയൊന്നും വേണ്ട, നിങ്ങൾ കരയുന്നത് കണ്ടിട്ട്, കാരണം നിങ്ങൾ ഒരിക്കലും കരഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. വിഷമം വരുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിങ്ങനെ നിറയുന്നു, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക്, കാരണം നിങ്ങളുടെ നല്ലതിന് വേണ്ടി കേട്ടോ നമ്മൾ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് ഇനിയും മുന്നോട്ട് പോകാതെ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്ന വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് ഈ ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങളോട് ഒരു 10-15 മിനിറ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു പാവമാണ്. കോമൺലി നിങ്ങളൊരു പാവം ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ യൂസ് ചെയ്യാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ യൂസ് ചെയ്യാണ് മനുഷ്യന്മാർ.